തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ എം.ആർ. അജിത് കുമാറിന്റെ റിപ്പോർട്ട് പുറത്ത്. പൂരം കലക്കൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചായിരുന്നുവെന്ന് റിപ്പോർട്ട്. പൂരനാളിൽ ബോധപൂർവം കുഴപ്പമുണ്ടാക്കി. തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ തത്പര കക്ഷികളായി ഗൂഢാലോചന നടത്തിയെന്നും അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന പോലീസ് മേധാവിക്ക് സെപ്റ്റംബറിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. അഞ്ജു ജയപ്രകാശ് ഉണ്ട്. അഞ്ജു, വിവരങ്ങൾ. അതായത് കഴിഞ്ഞ 2 ദിവസമായി ADGP എം.ആർ. അജിത് കുമാർ തന്നെയാണ് നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആദ്യത്തെ ദിവസം ഈ DGP സ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം, രണ്ടാമത്തെ ദിവസമായിട്ട് വന്നത് വിജിലൻസിന്റെ അന്വേഷണത്തിലുള്ള ക്ലീൻ ചീറ്റ് ആണെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്നത് ADGPയുടെ തന്നെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ്. അതിൽ നേരത്തെ പുറത്തു വന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പൂരം കലക്കൽ നടന്നിട്ടുള്ളത് എന്നതിന്റെ കൃത്യമായ വിവരങ്ങളാണ്. ഒപ്പം ഈ തിരുവമ്പാടി ദേവസ്വം അത് ചില തൽപര കക്ഷികളുമായി ഗൂഢാലോചന നടത്തി എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് എന്ന കാര്യത്തിൽ റിപ്പോർട്ടിൽ ഒരു സൂചനയും നൽകുന്നില്ല. തിരുവമ്പാടി ദേവസ്വം ആദ്യം മുതൽ തന്നെ ഈ നിയമവിരുദ്ധവും അതുപോലെ തന്നെ നടപ്പാക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പൂരം പൂർത്തിയാക്കാതിരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാരിനും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിനും എതിരായിട്ടുള്ള വികാരം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ പേരെടുത്ത് കുറ്റപ്പെടുത്തുന്ന റിപ്പോർട്ടിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഗൂഢാലോചന സംബന്ധിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറയുന്നില്ല. പക്ഷേ ഈ RSS നേതാവായിട്ടുള്ള വത്സൻ തില്ലങ്കേരിയുടെയും ഒപ്പം തന്നെ BJP നേതാവ് ഗോപാലകൃഷ്ണൻ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ദേവസ്വം ഭാരവാഹികളുടെ ഒപ്പം തന്നെ ഈ RSS നേതാക്കളുമായി അജിത് കുമാർ നേരത്തെ നടത്തിയ കൂടിക്കാഴ്ച അത് വൻ വിവാദമായിരിക്കെയാണ് ഈ ഇത്തരം പാർട്ടിയുടെ പേരെടുത്ത് പറയാതെയുള്ള ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറെ വിചിത്രകരമായിട്ടുള്ള കാര്യം. എന്തായാലും നിലവിൽ അട്ടിമറി സൂചനകൾ ഒന്നും പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുമുണ്ട്. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് അത് സെപ്റ്റംബറിലാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ നിന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ റിപ്പോർട്ടിന് ഈ ഘട്ടത്തിലുള്ള പ്രാധാന്യം അതെങ്ങനെയാണ് അഞ്ജു? അതായത് നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ ഈ ഇത്തരത്തിൽ ഈ ADGP എം.ആർ. അജിത് കുമാറിന്റെ പേരുമായി ബന്ധപ്പെട്ട് തന്നെ ഈ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതും ഒപ്പം അവരുമായി ബന്ധമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു പ്രതിപക്ഷം ഉൾപ്പെടെയും ഒപ്പം തന്നെ ഘടകകക്ഷികൾ ഉൾപ്പെടെയും വലിയ കാര്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ അജിത് കുമാർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പൂരം കലക്കാൻ ദേവസ്വം അതായത് നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി ദേവസ്വത്തിലെ ചില തൽപര കക്ഷികളുമായി ഗൂഢാലോചന നടത്തി എന്ന റിപ്പോർട്ടിൽ കൃത്യമായി പറയുമെങ്കിലും ആരാണ് ഈ ഗൂഢാലോചന നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി അതിൽ പേരെടുത്ത് പറയാൻ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പേരെടുത്ത് പറയാൻ അജിത് കുമാർ ശ്രമിച്ചിട്ടില്ല. ആ പേരെടുത്ത് പറയാതെയാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അത് റിപ്പോർട്ടിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുമുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചൊരു ഗൂഢാലോചന നടത്തി പൂരം കലക്കി എന്നുള്ള റിപ്പോർട്ടാണ് എം.ആർ. അജിത് കുമാറിന്റെ റിപ്പോർട്ടാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതിന്റെ പകർപ്പാണ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഞ്ജു ജയപ്രകാശ് തിരുവനന്തപുരത്ത് നിന്ന്.